നിരാലംബർക്കും അഗതികൾക്കുമായി സമർപ്പണം ചെയ്ത ജീവിതങ്ങൾ, ആരോരുമില്ലാത്തവർക്ക് ആശ്രയമേകുന്ന ജീവിതങ്ങൾ. അതെ, നമുക്കിടയിൽ തണൽ മരങ്ങളായി മാറുന്ന ചില വ്യക്തികളുണ്ട്. ഇത് എറണാകുളം കണ്ണമാലി ചെറിയ കടവ് സ്വദേശിയായ പാലിയത്തറ മൈക്കിൾ. സമീപത്തുള്ള അഗതി മന്ദിരങ്ങളിലും തെരുവോരങ്ങളിലും പാവങ്ങൾക്കിടയിൽ പ്രേക്ഷിത ശുശ്രൂഷ നിർവഹിക്കുന്ന ഇദ്ദേഹം തന്നെ വഴി നടത്തുന്ന ദൈവസ്നേഹ അനുഭവങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുന്നു. മൈക്കിളേട്ടനെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ട്. മൈക്കിളേട്ടൻ്റെ വീട്ടിലാരൊക്കെയാണെന്ന് പറയാമോ? എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ, 3 മക്കൾ, ഞാനും അടങ്ങുന്ന ഒരു കുടുംബം. എങ്ങനെയാണ് മൈക്കിളേട്ടൻ ഈ രംഗത്തേക്ക് വരുന്നതിന് മുമ്പുള്ള മൈക്കിളേട്ടൻ്റെ ബാല്യകാലവും അതിന് മുമ്പുള്ള സംഭവങ്ങളൊന്ന് പറയാമോ? എൻ്റെ ബാല്യകാലത്തിൽ നോക്കുമ്പോൾ കഷ്ടപ്പാട് മാത്രമേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ അപ്പനൊരു ക്ഷയരോഗിയായിരുന്നു. അപ്പൻ ജോലിയെടുത്തിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓർമ്മയിൽ സാധിച്ചിട്ടില്ല, അപ്പൻ്റെ മരണം വരെ. പിന്നെ അമ്മ കഷ്ടപ്പെട്ട് അമ്മയുടെ കൂടെ ഞാനും വിദ്യാഭ്യാസം എൻ്റെ പഠിത്തം മതിയാക്കി. കാരണം അമ്മയ്ക്ക് സഹായിക്കാനായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഞാനാണ് മൂത്ത മകൻ എൻ്റെ കുടുംബത്തിൽ. ഞാൻ ഏഴ് മക്കളിൽ ഏറ്റവും മൂത്ത, 5 പെണ്ണും 2 ആണുമാണ്. അതിൽ മൂത്ത മകനാണ് ഞാൻ. അമ്മേനെ സഹായിക്കാൻ വേണ്ടി എൻ്റെ വിദ്യാഭ്യാസം ഞാൻ മതിയാക്കി. കാരണം നന്നായിട്ട് പഠിക്കുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക്. എന്നുവെച്ചാൽ എല്ലാത്തിലും ഞാൻ ഫസ്റ്റ് മേടിക്കുകയും ഒക്കെ ചെയ്തു. 7ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചുള്ളൂ. അത്രേ സാധിച്ചുള്ളൂ. കാരണം കഷ്ടപ്പാട് കൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വിദ്യാഭ്യാസം എങ്ങനെ കിട്ടാൻ. അങ്ങനെ ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങി. അപ്പം മുതലുള്ള കഷ്ടപ്പാടുകൾ. അങ്ങനെ ഞാനും അമ്മയും കഷ്ടപ്പെട്ട് കുടുംബം വളർത്തി. ഞങ്ങളിപ്പോൾ 5 പെൺമക്കളെ നന്നായിട്ട് കെട്ടിച്ചു. 2 ആണുങ്ങൾ, എൻ്റെ അനിയനും, എൻ്റെ തറവാടും എൻ്റെ വീടും പറ്റാരികയിൽ തന്നെയാണ്. അങ്ങനെയൊക്കെ നന്നായിട്ടൊക്കെ ജീവിച്ചു പോകണിപ്പോൾ. അപ്പോൾ ദൈവം നേരത്തെ എൻ്റെ മുൻകാലങ്ങളിൽ തന്നിരിക്കുന്ന കഷ്ടപ്പാടെല്ലാം ഇപ്പം ഞാൻ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും. പിന്നെ കല്യാണം, അത് കഴിഞ്ഞ് കുടുംബത്തിലെ കാര്യങ്ങളെന്ന് പറഞ്ഞു. കുടുംബത്തിലെ കാര്യം, ഞാൻ 30ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്. കാരണം എൻ്റെ പെങ്ങന്മാരിങ്ങനെ വളർന്ന് നിൽക്കുമ്പോൾ എനിക്ക് കല്യാണം കഴിക്കാൻ സാധിച്ചില്ല. അവരുടെ വിവാഹമെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് 30 വയസ്സായി. അന്നേരം ഞാൻ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചുകൊണ്ട് വന്ന പെണ്ണ് വളരെ, ഞാൻ മറ്റൊരുത്തൻ്റെ ഒരു കൂലിപ്പണിക്ക് പോയിരുന്ന ഒരു അവസരമായിരുന്നു. പക്ഷേ ആ ഭാഗ്യവതിയായ ഭാര്യനെ, ജീവിത പങ്കാളിനെ എനിക്ക് കിട്ടിയപ്പോൾ ഞാനൊരു കോൺട്രാക്റ്റിൻ്റെ ഒരു സ്ഥാനത്തേക്ക് കയറി. പെട്ടെന്ന് അത് കൊച്ചുംപോട്ടിലൊക്കെ എനിക്ക് കയറാൻ സാധിച്ചു. 3 പെൺമക്കൾ മാത്രം അടങ്ങുന്ന ഒരു കുടുംബത്തിലിരുന്ന്, വേറെ ആരുമില്ല അവിടെ. അപ്പനും അമ്മയും 3 പെൺമക്കളും മാത്രം. അതിൽ നിന്ന് മൂത്ത മകളാണ് ഞാൻ കെട്ടിയത്. കല്യാണം കഴിച്ച് വന്നു. ഏതാണ്ട് ഒരു 5ാം വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് ബ്രസ്റ്റിലൊരു മുഴ കണ്ടു. ആ മുഴ കണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് ആദ്യം കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കരിവേലി ആസ്പത്രിയിൽ എറണാകുളത്തേക്ക് ഓപ്പറേഷൻ ചെയ്തു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും അത് വീണ്ടും വർദ്ധിച്ചു, വലുതായി. അവസാനം 2 വർഷം വരെ ഞാൻ ഇങ്ങനെ ഇതുമായിട്ട് കഷ്ടപ്പെട്ടു. 3ാമത്തെ വർഷം ഏതാണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്തപ്പോൾ ക്യാൻസറാണെന്നുള്ള വിധി എഴുതി. നേരെ തിരുവനന്തപുരത്തേക്ക് പോയി. 2 വർഷക്കാലം തിരുവനന്തപുരം മാത്രമായിട്ട് കഴിച്ചു കൂട്ടി. കാരണം ഈ ഭാര്യനെ എങ്ങനെയെങ്കിലും എനിക്ക് രക്ഷിക്കണം. എനിക്ക് അന്ന് കോൺട്രാക്റ്റാണെന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ വർക്കിംഗ് സാധനങ്ങളും ജോലികളൊക്കെ ഉള്ള നല്ല സമയമായിരുന്നു. ഇതെല്ലാം വിറ്റാലും ശരി, എൻ്റെ കുടുംബം വിറ്റാലും ശരി, എൻ്റെ ഭാര്യനെ രക്ഷിക്കണമെന്നൊരു വലിയ ആഗ്രഹം. കാരണം അവർ അത്ര നല്ലൊരു സ്ത്രീയായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് 2 വർഷം വരെ ചിന്തി. അവസാനം ഡോക്ടർ പറഞ്ഞു, കൊണ്ടുപോയിക്കോ, രക്ഷയില്ല. ഏതാണ്ടും വീട്ടിൽ കൊണ്ടുവന്നു. അന്നും അതിലാണ് ആ രോഗം എപ്പോൾ തുടങ്ങി അന്ന് മുതലാണ് ഞാനിങ്ങനെ പ്രാർത്ഥന അനുഭവത്തിൽ വന്നത്. ഈ ദൈവം മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ. അത്രത്തോളം മനുഷ്യൻ്റെയും ഡോക്ടറിൻ്റെയും എല്ലാവിധ സാഹചര്യങ്ങളും നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ആശ്രയത്തിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊരു ബോധ്യം വന്നു. ഞാൻ ഉടനെ പ്രാർത്ഥനയിൽ വന്നു. ദൈവം എന്നെ പ്രാർത്ഥനയിൽ തന്നെ ഒത്തിരി ഉയർത്തി. സോണിലേക്ക് എന്നെ എടുത്തു. ഞാൻ പ്രാർത്ഥന ഒരു ലീഡറായിരുന്നു ചെറിയടവ് പള്ളിയിൽ. പല സ്ഥലങ്ങളിലും പ്രാർത്ഥിക്കാനായിട്ട് പല അനുഭവത്തിലൊക്കെ എനിക്ക് നല്ലൊരു അനുഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ജീവിച്ചു പോകുന്നു. അപ്പോൾ എങ്ങനെ പിന്നെ ഈ ശുശ്രൂഷ രംഗത്തിലേക്ക് ഞാൻ പ്രാർത്ഥന അനുഭവത്തിലായിരുന്നപ്പോൾ തന്നെ ആഗ്രഹിച്ചിരുന്നു. കർത്താവ്, എനിക്ക് പ്രാർത്ഥന മാത്രമല്ല, അപ്പോൾ പ്രാർത്ഥന ഒരു ശുശ്രൂഷ ഒരു അനുഭവം എനിക്കുണ്ടാകണം എന്നുള്ള ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ തുടക്കം കുറിക്കുന്നത്. അതിനൊരു ശുശ്രൂഷകനായിട്ട് ഞാൻ അന്ന് പ്രാർത്ഥന ചെറുടവ് പള്ളിയിൽ സോണിൻ്റെ ഒരു മെമ്പറും ഒരു പ്രാർത്ഥന ലീഡറുമായിരുന്നു ചെറുടവ് പള്ളിയിൽ. അങ്ങനെ 16 വർഷമായി ഇതിനകത്ത് ഞാനിപ്പോൾ കയറിയിട്ട്. ഭാര്യയ്ക്ക് ക്യാൻസർ വന്ന് അതിനുശേഷം പിന്നെ എങ്ങനെയായി? ഭാര്യയ്ക്ക് ക്യാൻസർ വന്നു. അവർ തിരുവനന്തപുരത്ത് 3 വർഷം വരെ അവരുടെ ചികിത്സ നടത്തി.
അതിനുശേഷം ഡോക്ടർ പറഞ്ഞ് കൊണ്ടുപോരെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ അത്ഭുതമെന്ന് പറയാം, എൻ്റെ കയ്യിൽ 10 പൈസ പോലും ഇല്ല. സാധാരണ ആളുകൾ പറയും ഈ ക്യാൻസർ രോഗം വന്നാൽ ഉപ്പ് ചിരട്ട എടുക്കുമെന്നൊക്കെയാണ് പറയണത്. കാരണം എടുത്ത ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. അന്നേരം ഭാര്യ പറഞ്ഞ് എനിക്ക് മരിക്കുന്നതിന് 2 ആഴ്ചക്ക് മുൻപ് എനിക്ക് തിരികെ തന്നെ പെരുന്നാളാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് നമുക്ക് എന്തെന്ന് വൃത്തിയുണ്ടോ എന്ന് പറഞ്ഞു. കാരണം ആ പെരുന്നാൾ ഏറ്റി പ്രസൻറ്റിയായി. അതെങ്ങനെ ആയി എന്നുള്ളത് എന്താണെന്ന് പറയുമ്പോൾ അത്രത്തോളം നല്ലൊരു ഭാര്യ. മരിച്ചതിന് ശേഷം പിറ്റേ 1 വർഷം വരെ ഞാൻ വെയിറ്റ് കാത്തിരുന്നു. കാരണം 2 കുഞ്ഞുങ്ങളെ എനിക്കുണ്ട്. അവരും കുഞ്ഞുങ്ങളായിരുന്നു, അവരെ നോക്കണ്ടേ. അങ്ങനെ ഞാൻ രണ്ടാമതൊരു കല്യാണം കഴിച്ചത് വൈപ്പങ്കരയിൽ നിന്നാണ്, ഇളങ്കുന്നപ്പുഴ. അതുപോലെ പ്രാർത്ഥന, 2 ആങ്ങളമാരും പ്രാർത്ഥനക്കാരി തന്നെയാണ്. നല്ല പ്രാർത്ഥന അനുഭവമുള്ളൊരു. അപ്പോൾ ഈ ശുശ്രൂഷയിൽ പുള്ളിക്കാരി എങ്ങനെയാണ്? പുള്ളിക്കാരത്തി ശുശ്രൂഷ ഞാൻ കുറച്ച് നാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പുള്ളിക്കാരത്തിനെ ഇതിലേക്ക് വലിച്ചു. ഞാൻ പറഞ്ഞു താൻ ഇവിടെ ഫ്രീ ആയിട്ട് ഇവിടെ ഇരിക്കണ്ട, അതുകൊണ്ട് ശുശ്രൂഷയിലേക്ക് വരാം. അങ്ങനെ ഇപ്പം ഏതാണ്ട് 5 വർഷം കഴിഞ്ഞു. 5 വർഷത്തിന് മേലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റായിട്ട് എനിക്കറിയില്ല. എന്താണെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ ശുശ്രൂഷയാണ്. രാവിലെ വരും, വൈകുന്നേരം പോകുള്ളൂ. ഇപ്പോൾ ഇവിടെ വന്നില്ല എങ്കിൽ വീട്ടിൽ ഇങ്ങനെ പുള്ളിക്കാരത്തേക്ക് തന്നെ ഇപ്പോൾ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് മാത്രമേ മുടക്കെടുക്കുള്ളൂ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവും. ഇതിലേക്ക് വരുമ്പോൾ ഒരു പ്രത്യേകത, പുള്ളിക്കാരത്തേക്ക് ഷുഗറും പ്രഷറൊക്കെ ഉള്ളതാണ്. എന്താണെങ്കിലും ശരി, ഇവിടെ വന്യത്തിന് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകത. ഏതാണെങ്കിലും ഇതുമായിട്ട് ലയിച്ചിരിക്കണേ. ദൈവസ്നേഹത്തെ രുചിച്ചറിഞ്ഞ് പാവങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ജീവിതം, ആലംബഹീനർക്ക് ആശ്രയമേകുന്ന കരങ്ങൾ. തൻ്റെ സമീപത്തുള്ള ഇത്തരം അഗതി മന്ദിരങ്ങളിലും തെരുവോരങ്ങളിൽ അലയുന്ന മനുഷ്യർക്കിടയിലും ഇദ്ദേഹം തൻ്റെ സുവിശേഷം ജീവിതം കൊണ്ട് പ്രഘോഷിക്കുന്നു. മൈക്കിളേട്ടൻ ഇപ്പോൾ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് പറഞ്ഞു. കോൺട്രാക്ട് പണിയുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഇവിടെ നോക്കണം. എങ്കിൽ പോലും പലപ്പോഴും ഇതുപോലെയുള്ള കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേറെയും ചില കാര്യങ്ങളിലേക്ക് തിരിയും. മൈക്കിളേട്ടൻ അതുപോലെ ഏതെങ്കിലും കാര്യങ്ങളിലേക്ക് വ്യാപൃതനാണോ? ഉണ്ട്. ഞാൻ മൊബൈൽ ബാത്ത്, അതായത് വഴിയരിയിൽ കിടക്കുന്ന ആളുകൾ, അത് വളരെ അവശതയിലായിരിക്കും അവർ കിടക്കുന്നത്. കടത്തിണ്ണയിലും അതുപോലെ തന്നെ വളരെ മോശമായ രീതിയിൽ കാണുമ്പോൾ തന്നെ നമുക്ക് അറപ്പ് തോന്നും. അത്രത്തോളം ഇതിലാണ് എറണാകുളം അല്ലെങ്കിൽ ഈ പല ഭാഗങ്ങളിലുമൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഞാനതിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഞായറാഴ്ച ഒരു ദിവസം കിട്ടുമ്പോൾ ഇവിടുത്തെ പ്രവർത്തനം നിർത്തി വെച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് പോകും. കാരണം അത് നമുക്ക് അങ്ങനെ ഒരു പ്രവർത്തനം ഉള്ളതാണ്. അതിൻ്റെ നേതൃത്വം വഹിക്കുന്നത് ഷാജി, ഇടക്കൊച്ചിലെ ഷാജിയാണ്. അപ്പോൾ ഷാജി എന്നെ വിളിക്കും. ഞാൻ വളരെ കൃത്യമായിട്ട് തന്നെ വിളിച്ചിപ്പുറത്ത് ചെല്ലുന്നതുകൊണ്ട് എന്നെ കൃത്യമായിട്ട് വിളിക്കുന്നുണ്ട്. എന്നെ വിളിച്ച് ഞങ്ങൾ പോകുന്നുണ്ട്. അത് എറണാകുളമായിരിക്കും കൂടുതൽ നമുക്ക് ഇങ്ങനെയുള്ള ആളുകളെ കിട്ടുന്നത്. പക്ഷേ അവരെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്തോ വലിയൊരു അനുഭവമാണ് നമുക്ക് തോന്നണത്. കാരണം അവരെ കിട്ടുന്ന എന്തെങ്കിലും യേശുവിനെ ശുശ്രൂഷിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണേന്ന്. അവിടെ അവർക്ക് മണമുണ്ടാവും, പക്ഷെ അതൊന്നും നമുക്കൊന്നും അടിക്കില്ല. അവരെ വണ്ടിയിൽ കയറ്റി കുളിപ്പിച്ച് അവർക്ക് ഡ്രസ്സ് കൊടുത്തു ഭക്ഷണം കൊടുത്ത് പോകുമ്പോൾ ഒരു ആത്മസന്തോഷമാണ് നമുക്കുണ്ടാകുന്നത്. അത് ശരിയായിട്ടും പറഞ്ഞാൽ ഈ ശുശ്രൂഷയുടെ ഏറ്റവും വലിയൊരു ഭാഗമായിട്ട് എനിക്ക് തോന്നിയേക്കണത്. ഇങ്ങനെ പോകുന്ന ശുശ്രൂഷകരായിട്ട് കാണുന്ന വ്യക്തികളെ നമ്മൾ ചെന്ന് ക്ഷണിക്കുമ്പോൾ സ്വീകരിക്കുക, നമ്മളോട് ഒപ്പം വരുമോ? ചില ആളുകൾ ബലം പിടിക്കും. കാരണം അവർക്ക് അങ്ങനെ ഞങ്ങളുടെ പിടിയിൽ ഒടുങ്ങുന്ന ആളുകൾ ചിലരുണ്ടാവില്ല. ചിലർ വയലൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അവർ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. ഉപദ്രവിക്കും അവർ ചില ആളുകളെ ഞങ്ങൾ ഓടിച്ചിട്ട് പിടിക്കേണ്ട ഗതികേട് വരും. കാരണം എന്നാലും അവരൊന്ന് മെനിയേക്കുക, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക, ഒന്ന് ആ വസ്ത്രം ഒന്ന് മാറുക എന്നുള്ളതാണ് മെയിനായിട്ടും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ സംതൃപ്തരാകണുണ്ട്. ചിലരാകണുണ്ട്. ചിലർ പിന്നെ വയലൻ്റ് ആകുന്ന ആളുകൾ വയലൻ്റ് തന്നെ ആയിരിക്കുള്ളൂ. എന്നാലും അവരങ്ങനെ പറഞ്ഞു വിടും. പിന്നെ വളരെ ചുരുക്കം പേര് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുള്ളൂ. എറണാകുളം സൈഡിൽ നോക്കുമ്പോൾ മുഴുവൻ ആളുകളും അവർ ഇങ്ങനെ പൊതുവേ അത് മലയാളികളായാലും തോന്നുന്നു. മലയാളികളും ഹിന്ദിക്കാരും ഒക്കെ ഉണ്ട്. ഹിന്ദിക്കാരാണ് കൂടുതലും, ഹിന്ദിക്കാർ തന്നെയാണ്. എന്താണെങ്കിലും നമുക്ക് അത് വലിയൊരു അനുഭവം തന്നെയാണത്. ഷേവ് ചെയ്യാനൊക്കെ ഇരുന്ന് തരും അല്ലേ? ഷേവ് ചെയ്യാനൊക്കെ ഇരുന്ന് തരും. ഷേവ് ചെയ്ത് മിടുക്കനാക്കിയേ വിടുകയുള്ളൂ. അതായത് ഒരുപാട് ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയിരുന്നു. ഓണത്തിന് ഞങ്ങൾക്ക് ഒരു 3 ദിവസത്തേക്ക് ഞങ്ങൾ തിരുവനന്തപുരമായിട്ട് കറങ്ങി, ഞങ്ങളെ വണ്ടിയുമായിട്ട് കറങ്ങും. അതുപോലെ ഒരു 5-8 പ്രവർത്തകരോളം ഉണ്ടാവും. ഞങ്ങൾ വെട്ടുകാട്ട് പള്ളിയിലാണ് ഞങ്ങൾ സ്ഥിരം. 2 വർഷത്തോളം ഞങ്ങളവിടെ വെട്ടുകാട്ട് പള്ളിയിൽ തന്നെയായിരുന്നു. കാരണം 2 വർഷം എന്ന് പറഞ്ഞാൽ 2 വർഷം പോയപ്പോഴും വെട്ടുകാട്ട് പള്ളിയിലായിരുന്നു ഞങ്ങൾ താമസിക്കുന്നത്. അന്ന് പള്ളി നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ മണ്ണിൽ കടപ്പുറത്തൊക്കെ ഞങ്ങൾ കിടക്കുമായിരുന്നു രാത്രിയൊക്കെ.
ഇതെന്തായാലും ശരി, നേരം ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കാരണം ഈ കുറ്റിക്കലച്ഛൻ്റെ റോൾ എന്തായാലും നമ്മൾ സഹായിച്ചിട്ടുണ്ട് അതിനകത്ത്. കുറ്റിക്കലച്ഛൻ്റെ പ്രാർത്ഥന പല ഭാഗത്തും ഞാൻ പോയി കൂടിയിട്ടുണ്ട്. ഞാൻ ആശ്രമത്തിൽ പോയിട്ടുണ്ട്. ഇവിടെ ഈ മലയാറ്റൂരൊരു ആശ്രമമുണ്ട്, അവിടെ ഞാൻ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. കാരണം അച്ഛനെ എപ്പോഴും പോയി കാണുക എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷം തന്നെയായിരുന്നു. ഹെൽപ്പ് ചെയ്യുമായിരുന്നു, അച്ഛൻ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. അച്ഛൻ മരിക്കുന്നതിൻ്റെ ഒരാഴ്ചക്ക് മുമ്പ് ഞങ്ങൾ അച്ഛനുമായിട്ട് പോയി അച്ഛൻ്റെ കൈമൊത്താനും ഞങ്ങളെ ആശീർവദിക്കാനും ഒക്കെ അത് വലിയൊരു മൊബൈൽ ബാത്തിനുള്ള വണ്ടിയുടെ കാര്യത്തിൽ അച്ഛനാ തന്നെ ഞങ്ങൾക്ക്. അതായത് അച്ഛന് ബോംബെയിലും അവിടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന അതിനകത്ത് ബാത്റൂം എല്ലാം ഉണ്ട്, അത് ഞങ്ങൾക്ക് തന്നിട്ടും പറഞ്ഞ് നിങ്ങളിത് കംപ്ലൈൻ്റ് ഉണ്ട്, ഇത് തീർത്ത് ശരിയാക്കി എടുക്കണമെന്ന് പറഞ്ഞു. ആണ് ഇതിനകത്ത് കൂടുതലും ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു പ്രവർത്തനം മാത്രമേ ഉള്ളൂ. നല്ലൊരു കാര്യം പൈസ മുടക്കിയും കാര്യങ്ങളൊക്കെ ചെയ്ത ഷാജി. അപ്പം അങ്ങനെ അച്ഛനിത് തന്ന് ഞങ്ങളത് കൊണ്ടുവന്നു, കുറച്ച് പൈസയൊക്കെ മുടക്കി ശരിയാക്കി. ഇപ്പം നല്ല രസമുള്ളൊരു വണ്ടി ആക്കിയെടുത്ത്. മൈക്കിളേട്ടൻ സംസാരിക്കുന്നതിനിടയിലേ ഒരു വചനം എന്നോട് പറഞ്ഞു. ആ വചനമാണ് ഇങ്ങനെ പ്രവർത്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്നും പറഞ്ഞ് ആ വചനം ഒന്നുകൂടെ ഒന്ന് പറയാമോ? എൻ്റെ എളിയ സഹോദരൻ ഒരുവന് നീ എന്ത് സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടോ, നീ അവന് വേണ്ടി എന്തെങ്കിലും വേദനകൾ സഹിച്ചിട്ടുണ്ടോ, തീർച്ചയായിട്ടും അത് എനിക്ക് വേണ്ടി തന്നെയാണെന്നാണ് ഈശോ അതിനകത്ത് പറയുന്നത്. ഓക്കെ, മൈക്കിളേട്ടൻ്റെ വാസത്തിന് കിട്ടിയിരിക്കുന്നത് വലിയ കൃപയാണ്. കാരണം ദൈവത്തിൻ്റെ വചനമാണ് ഓരോ മനുഷ്യനെയും കിഴുമേൽ മറിക്കുന്നത്. ഇത് ഇപ്പോൾ മൈക്കിളേട്ടൻ ഹൃദയത്തിലെഴുതിയ വചനമാണിത്. അതുകൊണ്ടാണ് ഇത് ദൈവവിളിയായിട്ട് അംഗീകരിക്കാൻ സാധിക്കുന്നതൊക്കെ. വാസ്തവത്തിൽ ഈ മണിക്കൂറുകൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ വന്ന് ഒരു ജ്വലനത്തിന് കാരണമായി മൈക്കിളേട്ടൻ്റെ സംസാരം. വചനപ്രഘോഷകനായ ഞാൻ ഇനി എങ്ങനെ ഏത് രീതിയിലൊക്കെയാണ് ഇനിയും ഒന്ന് കർമ്മരംഗത്തേക്ക് ഇറങ്ങേണ്ടതെന്നൊക്കെ ഒരു പ്രചോദനം എനിക്കറിയാം. തീർച്ചയായിട്ടും അനേകം മക്കൾ ഇത് കേൾക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒത്തിരി മനുഷ്യർക്ക് സമയമില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. ചോരയും നീരുമുള്ള സഹജന ആശുപത്രി കിടന്നാൽ പോലും മനുഷ്യനൊന്ന് പോയി കാണാനായിട്ട്, ഒരു ബന്ധുവിനെ കാണാൻ പോലും സമയമില്ല. മാതാപിതാക്കളെ നോക്കാൻ സമയമില്ലാത്തതിൻ്റെ പേരിൽ തന്നെ ഇവിടെ വന്നിട്ടുള്ളവരുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ചില ആൾക്കാരോട് ചോദിച്ചപ്പോഴും അവരങ്ങനെ പറഞ്ഞത്, മക്കളൊക്കെ ഉണ്ട് പക്ഷേ അവർക്ക് സമയമില്ല, അവർക്ക് ഞങ്ങളെ നോക്കാൻ സമയമില്ല. അപ്പോൾ മനുഷ്യൻ ദൈവോന്മുഖത നഷ്ടപ്പെട്ടപ്പോഴേ മനുഷ്യന് സംഭവിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് അവനിലേക്ക് മാത്രം ചുരുങ്ങി അവൻ്റേതായിട്ട് ലോകത്തിൽ മാത്രം ഒതുങ്ങും. എന്നാൽ ദൈവോന്മുഖനാകുമ്പോൾ ദൈവം അവൻ്റെ കാഴ്ചപ്പാടിൻ്റെ സീമകളെ വളരെയധികം വർദ്ധിപ്പിക്കും. അത് സഹോദരൻ ആരാണെന്നുള്ള രീതിയിലേക്ക് എത്തിക്കും. ഞാനിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയത് ലൂക്ക 10:25 മുതലുള്ള വാക്യങ്ങൾ നല്ല സമരായൻ്റെ ഉപമയാണ്. അയാൾ നിയമജൻ വളരെ പണ്ഡിതനായിരുന്നു. അയാൾ യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചത്, ഞാൻ എന്താണ് നിയമത്തിലെ ഏറ്റവും പ്രധാന കൽപ്പന എന്താണെന്ന്. കർത്താവ് ഉടനെ പറഞ്ഞു, നീ നിയമങ്ങൾ അറിയാവുന്നതല്ലേ, എന്താണ് പ്രധാന കൽപ്പന, നീ തന്നെ പറയുക. അവൻ പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും കൂടി സ്നേഹിക്കുക, അതുപോലെ തന്നെ നീ തന്നെത്താൻ സ്നേഹിക്കുന്നത് പോലെ അയൽക്കാരനെ സ്നേഹിക്കുക. അവൻ ഈശോയെ വിടാതെ പിടിച്ച് പറയുകയാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോഴാണ് കർത്താവ് ആ വഴി കിടക്കുന്ന യഹൂദനായ മനുഷ്യൻ, മുറിവേറ്റ് കിടക്കുന്നവനെ സമരായനെ കൊണ്ട് ശുശ്രൂഷിപ്പിക്കുന്നത്. അവിടെ കാണുന്നൊരു കാഴ്ച ഇതാണ്. ആ സമരായൻ തൻ്റെ നിയമം എല്ലാം ലംഘിച്ചുകൊണ്ട് നിയമത്തിന് അതീതനായി, അതായത് അവൻ്റെ നിയമം ലേവായന് പുരോഹിതനും ഒക്കെ നിയമം നോക്കിയാണ് അവർ തൊടാതെ പോയത്. രണ്ടാമത് വന്ന ആളുടെ പ്രത്യേകത, അവർ ഒരു മുറിവേറ്റ മനുഷ്യനെ സ്പർശിച്ച 2 ദിവസത്തേക്ക് അശുദ്ധമാകുകയോ, അതാണ് സമരിയാക്കാരെ. ആ നിയമം പോലും മറന്ന് ദൈവത്തിൻ്റെ കാരുണ്യം ആ മനുഷ്യൻ്റെ വസ്ത്രം പങ്കുപായം കീറി വെച്ച് കെട്ടാനും, അയാൾ ഉപയോഗിക്കേണ്ട തേനും അതുമൊക്കെ പുരട്ടാനും തൈലം പുരട്ടാനും സത്രത്തിൽ കൊണ്ട് ആക്കി 2 തച്ചും കൊടുത്തിട്ട് ബാക്കിയും തരാമെന്ന് പറയാൻ മാത്രം അയാൾക്ക് സാധിച്ചതിൻ്റെ കാരണം അയാൾ തീർച്ചയായിട്ടും ചട്ടങ്ങൾക്കും നീതികൾക്കും അപ്പുറത്ത് ദൈവത്തെ ദർശിക്കാൻ സാധിച്ചു. ദൈവത്തെ ദർശിച്ചൊരു മനുഷ്യനെ എനിക്ക് കാണാൻ സാധിച്ചു. അനേകർ ഇതുപോലെ ദൈവത്തെ ദർശിക്കാൻ ഈ സംഭവം ഇടയാക്കും. ദൈവത്തെ ആര് ദർശിക്കുന്നുവോ അവൻ സഹോദരനിലേക്ക് വളരും. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥനയിലെ 4 പ്രാവശ്യം പിതാവിനെ കുറിക്കുന്നുണ്ടെങ്കിൽ 8 പ്രാവശ്യമാണ് ഞങ്ങളെന്ന വാക്ക്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കാനുള്ള ഏക മാർഗം സഹോദരങ്ങളെ സ്നേഹിക്കുക. അങ്ങനെ സ്നേഹിക്കാതെ എന്തൊക്കെ ഇവിടെ ഉണ്ടാക്കിയാലും മനുഷ്യജീവിതത്തിന് അർത്ഥം ഉണ്ടാകുന്നത് അവൻ നിത്യതയിലേക്ക് എത്തുന്നതിനാണ്. വാസ്തവത്തിൽ ഇന്ന് അനേക മനുഷ്യർ ജീവിക്കാനുള്ള കൂടുതൽ കാശ് കിട്ടുന്നുണ്ട്, അവനെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ അവൻ്റെ വീട്ടിലും അവൻ്റെ ചുറ്റുപാടുകളിലും മാത്രം ഒതുങ്ങുമ്പോഴേ ഏതാനും ചില മനുഷ്യർ, പ്രത്യേകിച്ച് മൈക്കിളേട്ടനെ പോലുള്ള ഒരാൾ ഇപ്പോൾ ഒരു കോൺട്രാക്ട് പണി ചെയ്ത് സുഖമായിട്ട് ജീവിക്കാൻ വീട്ടിൽ, എന്നിട്ടും ഇത്രയേറെ പരിപാടികളൊക്കെ ചെയ്യുമ്പോഴേ ഇതിന് മൈക്കിളേട്ടനെ പ്രേരിപ്പിക്കുന്ന എന്താണ് ഇതിനുള്ളൊരു ചേതവികാരം? തീർച്ചയായിട്ടും അതെനിക്ക് കിട്ടുന്ന ഒരു ആത്മസന്തോഷം തന്നെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വചനത്തിൽ വായിച്ചിട്ടുണ്ട്, നിൻ്റെ സഹോദരൻ ആരെങ്കിലും നീ ശുശ്രൂഷിക്കുമ്പോൾ അത് എന്നെ തന്നെയാണ് ശുശ്രൂഷിക്കുന്നത് എന്നുള്ള ഒരു ഭാഗം. അത് ഈശോനെ ഞാൻ സ്വന്തമാക്കുന്നു എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പറയാനുള്ളത്.
ഞാൻ മൊബൈൽ ബാത്തിൽ പോകുമ്പോഴും ഇവിടെ ശുശ്രൂഷിക്കുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഈശോനെ ഞാൻ സ്വന്തമാക്കി. ആ ഈശോ മദർ തെരേസയുടെ ഒരു അനുഭവം തന്നെയാണ് ഞാൻ ഇന്നും അത് വളരെ കാര്യമായിട്ട് കാണുന്നത്. നാറിയ ചീഞ്ഞളിഞ്ഞ ആ അനുഭവം ആകുമ്പോഴും എൻ്റെ ഈശോയെയാണ് ഞാൻ സ്വീകരിക്കുന്നത്, എൻ്റെ ഈശോയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, എൻ്റെ ഈശോയെയാണ് ഞാൻ കാണുന്നത് എന്നുള്ള ആ വലിയൊരു ആ ബോധ്യം, ഈ ബോധ്യം എൻ്റെ മനസ്സിൽ തീർച്ചയായിട്ടും വലിയൊരു അനുഭവം തന്നെ. അപ്പോൾ ഇവിടെ വെച്ച് അവനെ ശുശ്രൂഷിക്കുന്നവനെ സ്വർഗത്തിലും അവൻ തീർച്ചയായിട്ടും ഉണ്ടാകും. സ്വർഗത്തിലും അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്ന് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഉറപ്പുണ്ട് എനിക്ക്. ആ ഒരു ഉറപ്പിലൂടെയാണ് എൻ്റെ ജീവിതം പോണത്. അതുകൊണ്ട് എൻ്റെ കുടുംബജീവിതം സന്തോഷമാകുന്നുണ്ട്. എൻ്റെ കുടുംബജീവിതത്തിൽ എനിക്ക് ഒരുവിധ പ്രതിസന്ധികളും ഇന്നുവരെയും കടന്നു വന്നിട്ടില്ല. അഥവാ വന്നാലും എൻ്റെ ഈശോനോട് ചോദിക്കും ഞാൻ, കർത്താവ്. അപ്പോൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കി എല്ലാം കൂട്ടിച്ചേർത്തരാന്ന് പറഞ്ഞതും എന്നെ സംബന്ധിച്ചോളം അത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് എന്നെ സംബന്ധിച്ചെന്നാൽ ഞാനിങ്ങനെ എനിക്ക് പലവിധ ജോലിയിൽ എനിക്ക് ഒരുപാട് തടസ്സങ്ങളൊക്കെ വരും സാമ്പത്തികമായിട്ട്. അതായത് പൈസ കിട്ടാതെയും ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ വന്ന സമയത്തും ഞാനതെല്ലാം എൻ്റെ കർത്താവിനോട് പറഞ്ഞിട്ട് ഞാനിവിടെ ശുശ്രൂഷ മേഖലയിലായിരിക്കുള്ളൂ. അപ്പോഴും ഞാൻ എൻ്റെ അനുഭവം തന്നെ, ഞാൻ കർത്താവ് ശരിയാക്കി തരും. ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണല്ലോ എല്ലായിടത്തും നടക്കുന്നത്, അല്ലാതെ എൻ്റേതായ കഴിവുകളൊന്നുമല്ല. ഞാനൊരു കോൺട്രാക്ട് വർക്ക് പിടിക്കുന്നതും അതുപോലെ എൻ്റെ കുടുംബജീവിതം നയിക്കുന്നതും എല്ലാം. പക്ഷേ ദൈവം എനിക്ക് ഈ ശുശ്രൂഷ മേഖലയിൽ കൂടി, ഞാനിവിടെ പലപ്പോഴും എൻ്റെ സ്ഥാപനത്തിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, ശുശ്രൂഷ മേഖലയിൽ കൂടി മാത്രമാണ് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ വളർച്ച. ഞാൻ ഈ ചിന്തിക്കുന്നതിനപ്പുറം ദൈവം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഞാൻ ജോലിയിൽ കിട്ടിയതല്ല. ശുശ്രൂഷ ഞാൻ ചെയ്യുന്ന സേവനം ദൈവത്തിന് പ്രീതികരമായ എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഭൗതിക കാര്യങ്ങളും ക്രമീകരിക്കുന്നു. വീടാണെങ്കിലും വീട്ടിലെ മക്കളാണെങ്കിലും ഇവരുടെ കാര്യങ്ങൾ എന്ത് തന്നെ വന്നാലും ശരി, ആർക്ക് സുഖമില്ലെന്ന് പറഞ്ഞാലും ആ നിമിഷം ഞാൻ ഓടി വരാൻ സാധിക്കുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം കിട്ടും. കാരണം നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണിത്. ദൈവം നമ്മളെ ആ ഒരു മകളെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം, അവർക്ക് എന്ത് തന്നെ വന്നാലും ഞങ്ങളല്ലാതെ ആരുണ്ട്? അവർക്ക് ബന്ധുക്കളില്ല, മക്കളില്ല, ആരുമില്ലാത്ത അനാഥകളാണ് ഇവർ എന്ത് കാര്യത്തിനും ഓടിയെത്തണമെങ്കിലും ഞങ്ങൾ തന്നെ വേണം. അപ്പോൾ ശരിക്കും കർത്താവിനെ ശുശ്രൂഷിക്കാനായിട്ട് കർത്താവ് നിയോഗിച്ചു എന്നൊരു ഉറപ്പ്, അതിന് യാതൊരു സംശയവും എനിക്കില്ല ആ കാര്യത്തിൽ. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ദൈവഹിതമനുസരിച്ച് തന്നെ പ്രവർത്തിക്കാൻ എനിക്ക് നല്ല മനസ്സുണ്ട്. കാരണം എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ പിടിച്ചു നിൽക്കും. അതൊരു കൃപ, അതിനാണ് കൃപ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ, കർത്താവിൻ്റെ കൃപ സമൃദ്ധമായി ചെറിയപ്പെട്ട മൈഗ്രേറ്റിനോട് സംസാരിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് കേട്ടാ. ദൈവത്തിന് നന്ദി. സുവിശേഷത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മഹത്വം ഇവർ സ്നേഹമായി പ്രഘോഷിക്കുന്നു. ഇവരുടെ കരങ്ങൾ കൊണ്ട് ഈ പാവപ്പെട്ട മനുഷ്യർക്ക് ക്രിസ്തു സ്നേഹം പകർന്നു നൽകുന്നു. ക്രൂശിതന്റെ കരങ്ങളിൽ നിന്നും പ്രാർത്ഥനയാൽ ഈ ശുശ്രൂഷകൾക്കാവശ്യമായ കൃപകൾ ഇവർ ഏറ്റുവാങ്ങുന്നു. അതെ, സുവിശേഷം കാരുണ്യമായി പ്രഘോഷിക്കുന്ന ഇത്തരം ജീവിതങ്ങളാണ് തണൽ മരങ്ങൾ.